ന്യായപ്രമാണം അലോപ്പതി മരുന്ന് പോലെയാണ്. വിശദീകരിക്കാം. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡയഗ്നോസിങ് സെന്റർ ആണ്. നിനക്ക് ഇന്ന പാപമുണ്ട്, ഇന്ന പാപമുണ്ട്, ഇന്ന പാപമുണ്ടെന്ന് കാണിച്ചു തരും. പക്ഷെ പാപത്തിന് പരിഹാരം അവിടെ ഇല്ല. അലോപ്പതി മരുന്നും അതുപോലെയാണ്. നമ്മൾ ഷുഗറിന് മരുന്ന് കഴിച്ചാൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം, സൗഖ്യമല്ല. പ്രഷറിന്, കൊളസ്ട്രോളിന്, തൈറോയിഡിന്, കിഡ്നിക്ക്, ഹാർട്ടിന്റെ ഗുളിക, ഇത് പ്രഷറിന്റെ ഗുളിക, എന്ത് ഗുളിക കഴിച്ചാലും ലൈഫ് ലോങ് കഴിച്ചുകൊണ്ടിരിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. പൂർണ്ണ സൗഖ്യമില്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് നമ്മുടെ പാപത്തെ സൗഖ്യമാക്കുവാനുള്ള കഴിവില്ല. എന്നാൽ പാപത്തെ കൂടുതൽ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. പാപത്തെ കൂടുതൽ ന്യായപ്രമാണം കിട്ടിയപ്പോഴാണ് പാപത്തിന്റെ പരിജ്ഞാനം വന്നത്. ന്യായപ്രമാണം കിട്ടിയപ്പോഴാണ് പാപം കൂടുതൽ ആളത്വം വന്നത്, പാപത്തിന്റെ ആളത്വത്വം വന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് അലോപ്പതി മരുന്ന് വന്നാൽ മരുന്ന് കഴിക്കുന്നതോറും നമ്മൾ ഡോക്ടർമാർ പറയും മരുന്ന് നിർത്തിത്തരാം. ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആള് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രഷറിനോട് മരുന്ന് കഴിക്കണം, പിന്നെ കൊളസ്ട്രോളിന് കഴിക്കണം, പിന്നെ ഇതിനിടയ്ക്ക് ഒരു അറ്റാക്ക് വരും, ഇതിനിടയ്ക്ക് ഒരു സ്ട്രോക്ക് വരും, അപ്പൊ അതിന്റെ മരുന്ന് കഴിക്കണം. ഇങ്ങനെ മരുന്നിന്റെ എണ്ണം കൂടുകയല്ലാതെ ഒരിക്കലും രോഗത്തിന് സൗഖ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ പാപങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയല്ലാതെ ന്യായപ്രമാണം നിമിത്തം യാതൊരു പാപരോഗത്തിന് സൗഖ്യമില്ല. യേശുവിന്റെ രക്തത്തിനല്ലാതെ നമ്മുടെ പാപത്തെ വിടുവിക്കാൻ മാർഗമില്ല. യേശു കാൽവറി ക്രൂശിൽ മരിച്ചത് നമ്മളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ടാണ്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റുപിടിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. പാപരോഗത്തിന്റെ സൗഖ്യം നമുക്ക് വന്നു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ന്യായപ്രമാണത്തിൽ നിന്ന്, അതിന്റെ ശാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്തം കൊടുത്ത് വിലക്ക് മേടിച്ചു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.